ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. സോ ഹലോ ഗൈസ്, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഭയങ്കര ബോറിംഗ് ആണ് പൊതുവേ ഉണ്ടാവാറ്. അപ്പം ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വിചാരിച്ച് ഒരു സിമ്പിൾ ഔട്ടിങ്ങിന് പോവാം, ലൈക്ക് ഒരു സൺഡേ ഔട്ടിങ്. അപ്പം രാവിലെ ഏകദേശം 11 മണീൻ്റെ ബസ്സിനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. സ്പീഡിൽ പെട്ടെന്ന് ഓടിപ്പോയതായിരുന്നു ബസ് വിചാരിച്ചിട്ട്. ആൻഡ് ബസ് പോയിട്ടൊന്നുമില്ല, കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ ബസ്സിൽ കയറി. ആൻഡ് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാറുണ്ട്. സോ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ സുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മുടെ കാര്യമായിട്ടുണ്ടായിരുന്ന പരിപാടി ലിഫ്റ്റിൽ കയറലും ഇറങ്ങലുമാണ്. കാരണം മേലെ പോയിട്ടൊരു സാധനം എടുക്കും, അത് താഴത്ത് നിന്ന് ബില്ല് ചെയ്യും, വീണ്ടും മേലെ കയറും, അങ്ങനെ. പിന്നെ ഞങ്ങളൊരു 5 ആൾക്കാരാണ് ആദ്യം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കി 2 ആൾക്കാർ ഇനി വരാനുണ്ട്. അവർക്കെന്തോ ബസ് കിട്ടാനോ എന്തിനോ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവരെ ഇവിടുന്ന് കാണാമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എൻ്റെ അവർ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ മൊത്തം സ്റ്റുഡിയോ ചുറ്റിക്കറങ്ങി എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുപോലെ എടുത്തൊരു സംഭവമാണ് ഈ വെറ്റ് വൈപ്സ്. അതെന്താണെന്നൊന്നും അറിയില്ല, ഒരാൾ എടുത്തു, അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും എടുത്തു. ഞാൻ ഈ ഒരു കുക്കുംബർ ഫ്ലേവറിൻ്റെ എന്തോന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഒരു 2 ആൾ വരാണ്ട് പറഞ്ഞില്ലേ, അവർ വന്നപ്പോഴുള്ള സംഭവമാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. സംഭവം ഒന്നുമില്ല, ഓല് വന്നപ്പോഴത്തേന് നമ്മളെല്ലാം കണ്ട് കഴിഞ്ഞ് എല്ലാ സംഭവങ്ങളും നോക്കി താഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് വരുന്നത്. സോ അവരൊന്നും സാധനം മേടിച്ചിട്ടും ഇല്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ടും ഒന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3-4 ആൾക്കാർ മേലേക്ക് ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു സാധനം അവിടെ ഉണ്ട് നോക്കാമൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു. ആ ഒരു ടൈം കൊണ്ട് തന്നെ ബാക്കി താഴത്തുള്ള ആൾക്കാരെ കാണാനില്ല. അതായത് അവർ ഞങ്ങളെ തപ്പി വേറെ അങ്ങോട്ടോ പോയി. അവർ ഇവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്. ഇവരെ കാണായിട്ട് സ്റ്റുഡിയോ മൊത്തത്തിൽ തപ്പിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താഴത്തും മേലെയും ഡ്രസ്സിങ് റൂമിലും വാഷ്റൂമിലും അങ്ങനെ എല്ലായിടത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിങ് റൂമിലേക്ക് പോയപ്പോഴൊക്കെ അവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പുറത്ത് കാട്ടിവിട്ട്, ഇവിടെ കയറാൻ പറ്റില്ല, ഡ്രസ്സ് എടുക്കുന്നവർ മാത്രം കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ആട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇവരിവിടെ ഉണ്ടാവും എന്ന് ചെറുതായിട്ട് തോന്നിയുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല, ബിക്കോസ് വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല, എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുമാത്രമല്ല, ഇപ്പം ഞാൻ മേടിച്ച് വെച്ചാലും ഞാനതങ്ങനെ ഉപയോഗിക്കില്ല. അതാ പ്രശ്നം. നല്ല ഭംഗിയുണ്ടല്ലോ ആ നിലയ്ക്ക് ഞാൻ അതിങ്ങനെ എടുത്ത് വെക്കും. പിന്നെ ഇവിടുന്ന് ഞാൻ 2 ക്ലിപ്പ് മേടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നല്ല, വേറെ ഏതോ ഷോപ്പിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 2 ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. ജസ്റ്റ് എന്തെങ്കിലും കുടിക്കാതെ ചെയ്യാൻ സ്മൂത്ത് മേടിച്ച് കുടിച്ചു. പിന്നെ ഗേൾസ് ക്ലബ്ബിൽ കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിന് കുറച്ച് ഡ്രസ്സ് എടുക്കാണ്ട്. ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല, കാരണം എനിക്ക് പറ്റിയൊന്നും ഞാനവിടെ കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി ജസ്റ്റ് ലൈമും പപ്സും അതേമാതിരി ചിക്കൻ റോളും കഴിച്ചു. പിന്നെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടി മേടിച്ചു.